ഉത്തരാഖണ്ഡിലെ ധാരാലിയിലും ഹാർഷിലും ഉണ്ടായ ദുരന്തത്തിൽ പെട്ടവരെ കണ്ടെത്തുന്നതിന് അതിനൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ത്യൻ കരസേന ഇപ്പോൾ നടത്തി വരുന്നത്. 50ഓളം സിവിലിയന്മാരെയും അതുപോലെ തന്നെ 9 സൈനികരെയുമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ഈ അപകടത്തിൽ കാണാതായതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ അവിടെ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തെരച്ചിൽ എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. इसके साथ साथ कुछ नई ग्राउंड पेनिट्रेटिंग रडार जो हीट सिग्नेचर और ह्यूमन सिग्नेचर को डिटेक्ट कर सकता है जमीन के अंदर, उसका भी इस्तेमाल किया जा रहा है. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിശോധനയിൽ ആരെങ്കിലുമൊക്കെ ഭൂമിക്ക് അടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് മണ്ണിന് അടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ആ മേഖലയിൽ വളരെ സജീവമായി തന്നെ ഇപ്പോൾ കരസേന നടത്തുന്നുണ്ട്. ഈ ചെളിയിൽ പൊതിഞ്ഞു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനായി ഈ സൈന്യത്തിൻ്റെ പരിശീലനം ലഭിച്ച ഈ നായ്ക്കൾ അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടക്കുകയും ചെയ്യുന്നുണ്ട്. കരസേനയ്ക്ക് പുറമെ വ്യോമസേന ഈ ഹാർഷിൽ മേഖലയിൽപ്പെട്ടിട്ടുള്ള ഹാർഷിലും ധാരാലിയിലുമൊക്കെ പെട്ടിട്ടുള്ളവരെ ഉത്തരകാശിയിലേക്ക് ഹെലികോപ്റ്ററുകളിൽ ചോപ്പറുകളിൽ എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ അവിടെ നിന്ന് കരമാർഗം ഡെറാഡൂണിൽ റോഡ് മാർഗം ഡെറാഡൂണിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 350 लोग 70 हेलीकॉप्टर की जो यहाँ से सेवाएं शुरू करी हैं आर्मी ने, एयरफोर्स ने और यहाँ का जो उत्तराखंड प्रशासन है उससे लोगों को यहाँ हर्सिल से उत्तरकाशी तक भेजा जा रहा है मातली, जहां से आगे वो बाय रोड देहरादून की तरफ जा रहे हैं. ഈ ഉത്തരകാശിയിൽ നിന്ന് ഹാർഷിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോഴും പല റോഡുകളും ഈ പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ BRO ചെയ്തു വരുന്നുണ്ട്. അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ റോഡ് ഗതാഗതം ഉത്തരകാശിയിൽ നിന്ന് ഹാർഷിൽ വരെയുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നത്.